السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള വിശ്വാസി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അൽഹംദുലില്ലാഹ് വാഹത്തുൽ ഇൽമിലെ പ്രാർത്ഥനാ പഠനമെന്ന വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രോഗ്രാമിലാണ് നാം ഓരോരുത്തരുമുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള പല പ്രാർത്ഥനകളും കഴിഞ്ഞ ദർസുകളിലായി നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ് ഇന്ന് നാം പഠിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള ദുആ തീർച്ചയായും നമുക്ക് ഇഹത്തിലും പരത്തിലും വളരെയധികം അനിവാര്യമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അത് മറ്റൊന്നുമല്ല, ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നമുക്കറിയാം, യഥാർത്ഥ മുസ്ലിമീങ്ങളായിക്കൊണ്ട് ജീവിക്കുക മാത്രമല്ല, അങ്ങനെ തന്നെ മരിക്കുകയും ചെയ്യണം നമുക്ക് സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കാൻ. ആ മരിക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെ നാം നേടിയെടുത്ത ഹിദായത്ത് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായേക്കാം. അതില്ലാതിരിക്കുവാനും യഖീൻ വരുന്നതുവരെ, മരണം വരുന്നതുവരെ അള്ളാഹു നമുക്ക് നൽകിയ ഈമാനിൻ്റെ ഹിദായത്തിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് റഹ്മാനായ റബ്ബിനോട് നാം പ്രത്യേകം പ്രാർത്ഥിച്ച് നേടിയെടുക്കുക തന്നെ വേണം. അപ്രകാരം ഹിദായത്തിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടിയുള്ള ദുആ ആണ് ഇൻഷാ അള്ളാഹ് നമുക്ക് പഠിക്കാനുള്ളത്. എന്നാൽ സഹോദരങ്ങളെ, അതിനു മുന്നോടിയായി നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുവാനും നമ്മുടെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയമായും ഉത്തരം നൽകുവാനും നമ്മെ സഹായിക്കുന്ന ചില വസീലകൾ, ചില തവസ്സുലുകൾ പ്രാർത്ഥനകളിൽ നമുക്ക് നിർവഹിക്കാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്, മൊത്തത്തിൽ പറയുകയാണെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉകളും സിഫാത്തുകളെയും മുൻനിർത്തി റഹ്മാനായ റബ്ബിനോട് ദുആ ചെയ്യുക. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ കാണുന്നത് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹ. അല്ലാഹുവിന് ഉത്തമമായ നാമങ്ങളുണ്ട്, നിങ്ങൾ അവനോട് ആ നാമങ്ങളെ മുൻനിർത്തി ദുആ ചെയ്യുക. ആ നാമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അപ്പോൾ മൊത്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളെ മുൻനിർത്തി ആ നാമങ്ങളെ വസീലയാക്കി തവസ്സുലാക്കി ദുആ ചെയ്യുക എന്നത് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ കാരണമായി തീരുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മൊത്തത്തിൽ സൂചിപ്പിക്കാനുള്ളത്, നാം പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ അല്ലാഹുവിൻ്റെ ഉന്നതമായ നാമങ്ങളെയും സിഫാത്തുകളെയും മുൻനിർത്തിയായിരിക്കണം നാം റഹ്മാനായ റബ്ബിനോട് ദുആ ചെയ്യേണ്ടത്. അതേ അവസരത്തിൽ ചില പ്രത്യേകമായ നാമങ്ങൾ നാം നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തിയാൽ ആ പ്രാർത്ഥനകൾക്ക് നിർബന്ധമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിക്കപ്പെട്ട നാമം, അതിൽ തന്നെ ഇസ്മുല്ലാഹിൽ അഅ്ളം, അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തരമായ നാമമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിക്കുകയും ആ നാമം ഉപയോഗിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് തേടിയാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയും ചെയ്ത ഒരു ഹദീസും അതിലെ ആശയവും നമുക്ക് ആമുഖമായി മനസ്സിലാക്കാം. ശ്രദ്ധിക്കുക. ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബ്ദുല്ലാഹിബ്നു ബുറൈദ റളിയല്ലാഹു തആല അൻ അബീഹി, തൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഖാല സമിഅ അൻ-നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ റജുലൻ യഖൂലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾ പറയുന്നത് കേട്ടു. എന്താണ്? അദ്ദേഹം ദുആ ചെയ്യുകയാണ്. ചില റിവായത്തിൽ നമുക്ക് കാണാം ഇത് നമസ്കാരത്തിലായിരുന്നു. നമസ്കാരത്തിലെ തശഹുദിൽ അദ്ദേഹം ദുആ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടു. ഇനി എന്താണ് ആ ഭാഗം എന്ന് ശരിക്കും ശ്രദ്ധിക്കുക. അതിലെ ഓരോ ഭാഗങ്ങളും നമുക്ക് മനസ്സിലാക്കാം. എന്താണ് അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ, അല്ലാഹുവേ. നമുക്കറിയാം അല്ലാഹ് എന്നത്
അള്ളാഹുവിൻ്റെ നാമമാണ്. ആ നാമത്തെ മുൻനിർത്തിയാണ് ചോദിക്കുന്നത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, തീർച്ചയായും ഞാൻ നിന്നോട് ചോദിക്കുന്നു. അപ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അള്ളാഹുവിനോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. ഇപ്രകാരം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന, അള്ളാഹുവിനോടൊരു കാര്യം ആവശ്യപ്പെടുന്ന സന്ദർഭമാണത് എന്ന് മനസ്സിലായി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അള്ളാഹുവേ, നിശ്ചയമായും ഞാൻ നിന്നോട് ചോദിക്കുന്നു, തീർച്ചയായും ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്നിട്ട് ചോദ്യത്തിലേക്ക് കടക്കാതെ, ശ്രദ്ധിക്കുക, ആ വ്യക്തി ചോദ്യത്തിലേക്ക് കടക്കാതെ അതിനു മുമ്പ് അള്ളാഹുവിൻ്റെ അസ്മാഇകളെയും സിഫാത്തുകളെയും തവസ്സുലാക്കുകയാണ്. എന്താണ് പറയുന്നത്? ബി അന്നക, തീർച്ചയായും നീ, അൻതല്ലാഹ്, നീയാകുന്നു അള്ളാഹു. കാരണം ഞാൻ നിന്നോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ബി അന്നക, അതിനുള്ള കാരണം അൻതല്ലാഹ്, നീയാകുന്നു അള്ളാഹു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ഉന്നതമായ നാമങ്ങളിൽപ്പെട്ട അള്ളാഹ് എന്ന നാമത്തെ മുൻനിർത്തി ചോദിക്കുകയാണ്, ബി അന്നക അൻതല്ലാഹ്, കാരണം നീയാകുന്നു അള്ളാഹു. എങ്ങനെയുള്ളവനാണ് ആ അള്ളാഹു? അൽ അഹദു, ഏകനാണ് എന്ന് പറഞ്ഞാൽ പങ്കുകാരില്ല, ഇണകളില്ല, സഹായിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം, അങ്ങനെ ആരുമില്ലാത്ത വിധം പര്യാപ്തനായവൻ, അതാണ് അസ്സമദ്. വീണ്ടും പറയുന്നു, അൽ അഹദു അസ്സമദു, ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവൻ, പരാശ്രയമുക്തനായിട്ടുള്ളവൻ, എന്നാൽ മറ്റുള്ളവരെല്ലാം ആശ്രയിക്കുകയും ചെയ്യുന്നവൻ, അതിനാണ് അസ്സമദ് എന്ന് പറയുന്നത്. അപ്പോൾ അൽ അഹദ് ഏകനാണ്, പങ്കുകാരില്ലാത്തവനാണ്, സഹായികളില്ലാത്തവനാണ്, ഇണകളോ സന്താനങ്ങളോ ഇല്ലാത്തവനാണ്. അസ്സമദു, എല്ലാവരും അവനെ ആശ്രയിക്കുന്നു, സൃഷ്ടികളെല്ലാം അവനെ ആശ്രയിക്കുന്നു, അവന് ആരുടെയും ആശ്രയം ആവശ്യമില്ല, അതാണ് അസ്സമദ്. അല്ലദീ ലം യലിദ്, അതേപോലെ തന്നെ അല്ലദീ, അവൻ എങ്ങനെയുള്ളവനാണ്? ലം യലിദ്, അവൻ ജന്മം നൽകുന്നില്ല, ജന്മം നൽകുന്നില്ല അഥവാ പിതാവല്ല. വലം യൂലദ്, അവൻ ജനിക്കപ്പെട്ടവനുമല്ല അഥവാ മകനുമല്ല, സന്താനവുമല്ല, പിതാവുമല്ല. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, വലം യകുൻ ലഹു, അവനില്ല, കുഫുവൻ, കുഫു എന്ന് പറഞ്ഞാൽ തുല്യമായവൻ, തുല്യതയൊത്തവൻ, അഹദുൻ, ഒരാളുമില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തുല്യനായിട്ടുള്ള ഒരാളുമില്ല. അങ്ങനെ തുല്യനായി മറ്റാരുമില്ലാത്തവനും, ജനിപ്പിക്കുകയോ ജനിക്കുകയോ ചെയ്യാത്തവനും, എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവനും, ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനുമായ ഏകനായ അല്ലാഹു നീയാകുന്നു, അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ ബി അന്നക അൻതല്ലാഹ്, നീയാകുന്നു അല്ലാഹു എന്ന് പറഞ്ഞിട്ട് പിന്നീട് അള്ളാഹുവിൻ്റെ നാമങ്ങളും ഗുണവിശേഷണങ്ങളുമാണ് പറയുന്നത്. ഇക്കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കുകയാണ്. ഒരു സ്വഹാബി ഇങ്ങനെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ എന്താണ് പറഞ്ഞത്? ലഖദ് സഅലല്ലാഹ ബിസ്മിഹിൽ അഅ്ളം, ലഖദ് സഅലല്ലാഹ്, തീർച്ചയായും ഈ വ്യക്തി അള്ളാഹുവിനോട് ചോദിച്ചിട്ടുള്ളത് ബിസ്മിഹിൽ അഅ്ളം, അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ നാമം ഉപയോഗിച്ചുകൊണ്ടാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് അതിൻ്റെ പ്രത്യേകത? അല്ലദീ ഇദാ സുഇല ബിഹി അഅ്താ, ഈ നാമം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് വല്ലതും ചോദിച്ചാൽ അള്ളാഹു നൽകുന്നതാണ്. വ ഇദാ ദുഇയ ബിഹി അജാബ്, ഈ നാമം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് വല്ലതും പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുന്നതാണ്. ഈ വാചകം ശരിക്കും ശ്രദ്ധിക്കുക സഹോദരങ്ങളെ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? അള്ളാഹുവിൻ്റെ അഅ്ളമായ ഇസ്മ്, ഉന്നതമായ ഇസ്മിനെ മുൻനിർത്തിയാണ് ചോദിച്ചത്. അങ്ങനെ ചോദിച്ചാൽ ആ നാമത്തെ മുൻനിർത്തി എന്ത് ചോദിച്ചാലും ലഭിക്കും. അതാണ് ഇദാ സുഇല ബിഹി അഅ്ത, ആ പേരുപയോഗിച്ചുകൊണ്ട് ചോദിച്ചാൽ അള്ളാഹു നൽകും. വൈദാ ദുഇയ ബിഹി അജാബ്, ആ നാമം ഉപയോഗിച്ചുകൊണ്ട് ദുആ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുകയും ചെയ്യും. അപ്പോൾ ഏതാണ് ആ അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ നാമം? മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ഈ സ്വഹാബി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ ആദ്യത്തെ ആ അള്ളാഹുവിൻ്റെ പേരാണ്. എന്താണ്? അല്ലാഹുമ്മ, അള്ളാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്? ബി അന്നക അൻതല്ലാഹ്, നീയാകുന്നു അള്ളാഹു.
അപ്പോൾ അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്വമേറിയ ഇസ്മുൽ ജലാലത്താണത്, മഹത്വമേറിയ നാമമാണ്. മറ്റെല്ലാ നാമങ്ങളും അള്ളാഹ് എന്ന പേരിലേക്ക് ചേർക്കപ്പെടുന്നു, മറ്റെല്ലാ സിഫാത്തുകളും അള്ളാഹു എന്ന പേരിലേക്ക് ചേർക്കപ്പെടുന്നു. അതുകൊണ്ടാണ് പിന്നീട് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ് പറയുന്നത്. അൽ അഹദ് ഏകനാണ്, അസ്സമദ് പരാശ്രയമുക്തനാണ്, അല്ലദീ ലം യലിദ് വലം യൂലദ് ജനിപ്പിച്ചിട്ടില്ല ജനിച്ചിട്ടില്ല, വലം യകുല്ലഹു കുഫുവൻ അഹദ് തുല്യനായി വേറെയാരുമില്ല. അതുകൊണ്ട് ഉലമാക്കൾ പറയുന്നത് അള്ളാഹ് എന്ന നാമം ഉപയോഗിച്ചുകൊണ്ട്, ഇതേപോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇസ്മുല്ലാഹിൽ അഅ്ളം എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ്. അതേപോലെ തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന മഹത്വത്തിൽ പിന്നീട് അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ ദുആയിൽ കാണുന്ന മറ്റു അസ്മാഇകൾ. ഉദാഹരണത്തിന് അൽ അഹദ്, അസ്സമദ്, അതേപോലെ തന്നെ അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. നമുക്കറിയാം സൂറത്തുൽ ഇഖ്ലാസിലെ ആയത്തുകളാണ് യഥാർത്ഥത്തിൽ ഇവ. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ പ്രത്യേകത നമുക്കറിയാം. സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ഖുർആനിൻ്റെ 1/3 പാരായണം ചെയ്തതിന് തുല്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ അധ്യായങ്ങളിൽപ്പെട്ടതാണ് സൂറത്തുൽ ഇഖ്ലാസ്. നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ചൊല്ലാൻ വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു അധ്യായം കൂടിയാണ് സൂറത്തുൽ ഇഖ്ലാസ്. കാരണം അതിൽ അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളാണ് വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരു സഹാബി സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത്. ആ സ്നേഹം താങ്കളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞത് അള്ളാഹുവിൻ്റെ അസ്മാ വ സിഫാത്തുകളിൽ ഏറ്റവും ശ്രദ്ധേയമായതാണ് ഇതിലുള്ളത്. മാത്രമല്ല, ചില ആളുകൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച സന്ദർഭത്തിലാണ് ഈ അധ്യായം അവതരിപ്പിക്കപ്പെടുന്നത്. എന്താണ് അവർ ചോദിച്ചത്? നീ പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളായി സൂറത്തുൽ ഇഖ്ലാസ് അവതരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഏറ്റവും ഉന്നതമായ വിശേഷണങ്ങളും റുബൂബിയത്തിലും ഉലൂഹിയത്തിലും അസ്മായിലും സിഫാത്തിലുമുള്ള അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സ്ഥാപിക്കുന്ന വിശേഷണങ്ങളാണ് ഈ പ്രാർത്ഥനയിൽ നാം കാണുന്നത്, ഈ വിശേഷണങ്ങളിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ദുആ ചെയ്യുമ്പോൾ, വേറെ ഏത് കാര്യങ്ങൾ ദുആ ചെയ്യുകയാണെങ്കിലും ഇത്തരം വാക്കുകൾ കൊണ്ട് തുടങ്ങിയാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹ് എന്നത് പ്രധാനമായും അല്ലാഹുമ്മ, അള്ളാഹ്, യാ അള്ളാഹ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാം. അതിന് പുറമെ ഈ സ്വഹാബി പറഞ്ഞതുപോലെ ഇതേപോലെ പറഞ്ഞാൽ, കാരണം ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അംഗീകാരം കിട്ടിയ വാക്കുകളാണ്. ബി അന്നക അൻതല്ലാഹ് അല്ലഹദുസ് സമദുല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് പിന്നീട് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദുആ ചെയ്യുക. നാം നേരത്തെ പഠിച്ച ദുആകളും അതല്ലാത്ത നമ്മുടെ ദുആകളും എല്ലാം തന്നെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പറയുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് തീർച്ചയായും നമ്മുടെ ദുആക്ക് ഉത്തരം നൽകപ്പെടുന്നതാണ്. ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റു ചില പദപ്രയോഗങ്ങളിലൂടെയും നമുക്ക് ഇതേ കാര്യം കാണാൻ സാധിക്കും. ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അന്നഹു കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസൻ വറജുലുൻ യുസല്ലി. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു പള്ളിയിൽ. അപ്പോൾ ഒരാൾ നമസ്കരിക്കുകയായിരുന്നു. സുമ്മ ദഅ, പിന്നീട് അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. തശഹുദിൽ എന്താണ് പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ, ഇവിടെയും അല്ലാഹുവേ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു. ബി അന്ന ലക്കൽ ഹംദു, പിന്നീട് ഉടനെ തൻ്റെ വിഷയത്തിലേക്കല്ല പോയിട്ടുള്ളത്, പിന്നെയോ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ബി അന്ന ലക്കൽ ഹംദു, കാരണം നിനക്കാകുന്നു അൽ ഹംദ്, സർവസ്തുതിയും നിനക്കാകുന്നു. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് ദുആ ആരംഭിക്കേണ്ടത് എന്ന് നാം പല സന്ദർഭങ്ങളിലും പഠിച്ചതാണ്. ബി അന്ന ലക്കൽ ഹംദു, കാരണം സർവസ്തുതികളും നിനക്കാകുന്നു. ലാ ഇലാഹ ഇല്ല അൻത, നീയല്ലാതെ ആരാധ്യനില്ല. അൽ മന്നാനു, മന്നാൻ എന്ന് പറഞ്ഞാൽ ധാരാളമായി മിന്നത്ത് ചെയ്യുന്നവൻ, ഔദാര്യം ചെയ്യുന്നവൻ, ധാരാളമായി ഔദാര്യം നൽകുന്ന, ധാരാളമായി ഫضലും റഹ്മത്തും നൽകുന്നവൻ എന്നാണ് അൽ മന്നാൻ എന്ന അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ അർത്ഥവും ആശയവും. ധാരാളമായി സൃഷ്ടികൾക്ക് ഫضലുകളും ഔദാര്യവും നൽകുന്നവൻ അൽ മന്നാൻ. ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും
മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ. ബദീ എന്ന് പറഞ്ഞാൽ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിക്കുക. അപ്പോൾ ആകാശങ്ങളെ, ഭൂമിയെ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ. ഇതൊക്കെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ്. യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ദൽ ജലാലി വൽ ഇക്റാം. ദുൽ ജലാൽ എന്ന് പറഞ്ഞാൽ ജലാലത്തിൻ്റെ, മഹത്വത്തിൻ്റെ ഉടമയായിട്ടുള്ളവൻ. വൽ ഇക്റാം, ഇക്റാം എന്ന് പറഞ്ഞാൽ ഔദാര്യത്തിൻ്റെയും ആദരവ് നൽകുകയും ചെയ്യുന്നവനായിട്ടുള്ളവൻ. രണ്ട് നിലക്കാണ് ഇക്റാം എന്നതിന് ഉലമാക്കൾ അർത്ഥം നൽകിയത്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വപ്പെടുത്തപ്പെടേണ്ടവനാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിന് എന്തെല്ലാം ഔന്നിത്യമാണോ ഉള്ളത് ആ ഔന്നിത്യത്തെ വകവെച്ചു കൊടുക്കപ്പെടേണ്ടവനാണ്. ആ നിലക്ക് അർത്ഥം നൽകിയിട്ടുണ്ട്. അഥവാ സൃഷ്ടികൾ അല്ലാഹുവിനെ അങ്ങോട്ട് മഹത്വപ്പെടുത്തുക, അവൻ്റെ ഔന്നിത്യം പ്രഘോഷിക്കുക, അതിനാണ് ഇക്റാം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ കറമിനെ, അവൻ്റെ മഹത്വത്തെ ഉദ്ഘോഷിക്കുക. രണ്ടാമത് വൽ ഇക്റാം എന്നതിന് പണ്ഡിതന്മാർ നൽകിയ അർത്ഥം സത്യവിശ്വാസികളായ, സ്വാലിഹീങ്ങളായ, ഔലിയാക്കളായ, അമ്പിയാക്കളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നു? ആദരിക്കുന്നു, അവർക്ക് മഹത്വം നൽകുന്നു, അവർക്ക് ഉയർച്ച നൽകുന്നു ഇരുലോകത്തും. ഇപ്രകാരം സത്യവിശ്വാസികൾക്ക് ആദരവ് നൽകുകയും അതോടൊപ്പം സൃഷ്ടികളാൽ മഹത്വപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നവൻ, അതിനാണ് ദുൽ ഇക്റാം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ദുൽ ജലാൽ എന്ന് പറഞ്ഞാലോ എല്ലാ മഹത്വത്തിൻ്റെയും ഉടമസ്ഥനായിട്ടുള്ളവൻ. അപ്പോൾ യാ ദൽ ജലാലി വൽ ഇക്റാം, മഹത്വത്തിൻ്റെയും അതേപോലെ തന്നെ ഔദാര്യത്തിൻ്റെയും കറമിൻ്റെയും ഉടമസ്ഥനായിട്ടുള്ളവൻ. വീണ്ടും പറയുന്നു യാ ഹയ്യു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, യാ ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്നവനെ. അപ്പോൾ അള്ളാഹുവിൻ്റെ അസ്മാഉകൾ ആ ഇസ്മു പറയുന്നതിന് തൊട്ടു മുമ്പ് യാ ഹയ്യു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, യാ ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്നവനെ. ഇങ്ങനെയാണ് ആ വ്യക്തി തൻ്റെ ദുആയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് കേട്ടപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് ലഖദ് ദഅല്ലാഹ ബിസ്മിഹിൽ അദീം, അള്ളാഹുവിൻ്റെ മഹത്വമേറിയ നാമത്തെ മുൻനിർത്തിയാണ് ഈ വ്യക്തി പ്രാർത്ഥിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ്, ഈ ഇസ്മു കൊണ്ട് അതിനെ തവസ്സുലാക്കി ദുആ ചെയ്താൽ അതിന് ഉത്തരം ലഭിക്കും. വ ഇദാ സുഇല ബിഹി അഅതാ, ഇതുപയോഗിച്ചുകൊണ്ട് ചോദിച്ചാൽ അള്ളാഹു അത് നൽകുകയും ചെയ്യുന്നതാകുന്നു. അപ്പോൾ ഈ പ്രാർത്ഥനയും ആ വ്യക്തി തുടങ്ങിയത് എങ്ങനെയാണ്? അല്ലാഹുമ്മ, അള്ളാഹുവേ എന്ന് വിളിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്വമേറിയ ഇസ്മായ അള്ളാഹ് എന്ന നാമത്തെ മുൻനിർത്തി അല്ലാഹുമ്മ, അള്ളാഹുവേ എന്ന് വിളിക്കുക. അതേപോലെ തന്നെ ചില ഉലമാക്കൾ പറഞ്ഞു ലാ ഇലാഹ ഇല്ല അൻത, നീയല്ലാതെ ആരാധ്യനില്ല എന്ന സിഫത്ത്. അപ്പോൾ സാക്ഷാൽ ആരാധ്യൻ എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ, അതും അള്ളാഹുവിൻ്റെ മഹത്വമേറിയ നാമങ്ങളിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ വിശേഷണങ്ങളിൽപ്പെട്ടതാണ്. ലാ ഇലാഹ ഇല്ല അൻത്. ഇതുപയോഗിച്ചുകൊണ്ട് ധാരാളം ദുആകൾ നമുക്ക് കാണാം, ധാരാളം ദുആകളിൽ നമുക്കിത് കാണാം. കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലിമത്തുകളിൽപ്പെട്ടതാണ്, അഫ്ളലു ദിക്റിൽപ്പെട്ടതാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നത്. അപ്പോൾ ലാ ഇലാഹ ഇല്ല അൻത്. അതേപോലെ തന്നെ അതിനോട് ചേർന്ന് വരാവുന്നതാണ് അൽ മന്നാൻ, ധാരാളമായി സൃഷ്ടികളോട് കാരുണ്യവും ഔദാര്യവും കാണിക്കുന്നവൻ. അതേപോലെ തന്നെ ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ. അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ സ്ഥാപിക്കുകയാണത്. പിന്നീട് പറയുന്നത് യാദൽ ജലാലി വൽ ഇക്റാം, പ്രത്യേകിച്ചും യാദൽ ജലാലി വൽ ഇക്റാം എന്നുള്ളത് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽപ്പെട്ടതാണ്, അത് അള്ളാഹുവിൻ്റെ നാമത്തിൽപ്പെട്ടതാണ് എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അലിദ്ദൂബി യാദൽ ജലാലി വൽ ഇക്റാം, നിങ്ങളുടെ ദുആകളിൽ യാദൽ ജലാലി വൽ ഇക്റാം എന്ന് എപ്പോഴും ഉണ്ടാകട്ടെ എന്നാണ്. മഹത്വത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും സൃഷ്ടികൾക്ക് ആദരവ് നൽകുന്നതിൻ്റെയും ഉടമസ്ഥനായിട്ടുള്ളവനെ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മഹത്വത്തിൻ്റെയും ഉടമസ്ഥനാണ്. നമ്മുടെ ദുആകളിൽ യാദൽ ജലാലി വൽ ഇക്റാം എന്ന് വരാവുന്നതാണ്. അതേപോലെ തന്നെ യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനും ആയത്തുൽ കുർസിയിൽ വന്നിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണമാണ്. ഇത് പരിശുദ്ധ ഖുർആനിൽ വേറെയും ചില ആയത്തുകളിൽ ഇത് കാണാൻ സാധിക്കും. ഇതും അള്ളാഹുവിൻ്റെ മഹത്വമേറിയ ഇസ്മാണ് എന്ന് പഠിപ്പിച്ചിട്ടുള്ള പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ യാ ഹയ്യു യാ ഖയ്യൂം,
നമുക്ക് ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിനെ വിളിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അള്ളാഹുവിൻ്റെ 2 നാമങ്ങളാണ് യാ ഹൈ യാ ഖയ്യൂം, അതേപോലെ തന്നെ യാ ദൽ ജലാലി വൽ ഇക്റാം, അതേപോലെ തന്നെ യാ മന്നാൻ, അതേപോലെ ബദീഉസ് സമാവാതി വൽ അർദ്, ലാ ഇലാഹ ഇല്ലാ അൻത്, അൽ അഹദ്, അസ്സമദ്, അങ്ങനെ തുടങ്ങി നാം നേരത്തെ ഹദീസിൽ മനസ്സിലാക്കിയതും ഈ ഹദീസിൽ മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ ഇവയെ മുൻനിർത്തിക്കൊണ്ട് പിന്നീട് നമുക്ക് ആവശ്യമുള്ള ദുആകൾ നടത്തിയാൽ ഇൻഷാ അല്ലാഹ് സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ അള്ളാഹു നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നതാണ്. ഇക്കാര്യം ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത് നമ്മുടെ എല്ലാ ദുആകളിലും നാം ദുആ ചെയ്യുന്ന സന്ദർഭങ്ങളിലൊക്കെ ഈ പറയപ്പെട്ടിട്ടുള്ള വാക്കുകളെ വസീലയാക്കി തവസ്സുലാക്കി ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ആ ദുആക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. ഇത് നിങ്ങൾ കൃത്യമായി സ്ക്രീനിൽ ഇത് കാണിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളത് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ശേഷം നമുക്ക് പഠിക്കാനുള്ള ദുആ ഞാൻ എൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മെ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന ദുആ, അത് നിരന്തരം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ യുക്സിറു അൻ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ അധികരിപ്പിച്ചിട്ടുള്ള ഒരു ദുആ ആണ്. എന്താണ് ദുആയിലുള്ളത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ. ഖല്ലബ യുഖല്ലിബു തഖ്ലീബൻ, ഖല്ലബ എന്ന് പറഞ്ഞാൽ മാറ്റിമറിക്കുക, ഖൽബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൃദയം. സത്യത്തിൽ ആ വാക്കിൻ്റെ അർത്ഥം മാറി മറയുന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ ഉറച്ചു നിൽക്കാത്തത്, ഒരു വിഷയത്തിൽ ഉറച്ചു നിൽക്കാത്തത്, അതാണ് ഹൃദയത്തിൻ്റെ ഒരു സ്വഭാവം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുകയാണ് അല്ലാഹുമ്മ, അല്ലാഹുവേ, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണമേ. സബ്ബത എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു നിർത്തുക. സബ്ബിത് ഖൽബി, എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണമേ. അലാ ദീനിക്, നിൻ്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ. അപ്പോൾ ഇതാണ് ദുആ. അല്ലാഹുമ്മ, അല്ലാഹുവേ, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ. അള്ളാഹുവിൻ്റെ ഒരു സിഫത്താണത്, മുഖല്ലിബുൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവൻ. അള്ളാഹുവിൻ്റെ ഒരു ഇസ്മല്ല, അള്ളാഹുവിൻ്റെ ഒരു സിഫത്താണ്. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ. സബ്ബിത് ഖൽബി, എൻ്റെ ഹൃദയത്തിന് നീ തസ്ബീത്ത് നൽകണേ, സ്ഥിരത നൽകണമേ. എവിടെ? അലാ ദീനിക്, നിൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ, അഥവാ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. മുസ്ലിമായിക്കൊണ്ട് ജീവിക്കുകയും മുസ്ലിമായി തന്നെ മരിക്കുകയും ചെയ്യണേ റബ്ബേ. അതല്ലാതെ മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി ജീവിച്ച് പിന്നീട് അവിശ്വാസിയായി മാറുന്ന ധാരാളം ആളുകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മരിക്കുന്നത് വരെ ദീനിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഏറെ പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സിറാത്തുൽ മുസ്തഖീമാണ്, നേരായൊരു വഴിയാണത്, സ്വർഗത്തിലേക്ക് എത്തണം. പക്ഷേ ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആ സിറാത്തുൽ മുസ്തഖീമിൻ്റെ ഇരുഭാഗങ്ങളിലുമായി പിശാചുക്കൾ ഉണ്ടാകുന്നതാണ്. അവർ മാടി വിളിച്ചുകൊണ്ടേയിരിക്കും, ഒന്നിൽ നിന്ന് രക്ഷപ്പെട്ടു, അടുത്തതിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ അവസാനം എല്ലാ പിശാചിൽ നിന്നും രക്ഷപ്പെട്ടാലും ഒരു പക്ഷേ മരണത്തിന് മുമ്പ് ഏതെങ്കിലും ഒരു പിശാചിന് ചെവി കൊടുത്ത് നിങ്ങൾ വഴിതെറ്റിപ്പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം, ഗൗരവത്തിൽ ആലോചിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട മറ്റൊരു പദപ്രയോഗത്തിലൂടെ സ്ഥിരപ്പെട്ട ദുആ ആണ്, നമുക്കത് കാണാൻ സാധിക്കും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അദ്ദേഹം അന്നഹു സമിഅ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് അദ്ദേഹം കേട്ടിട്ടുണ്ട്, ഇന്ന ഖുലൂബ ബനി ആദമ കുല്ലഹാ ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇർ റഹ്മാൻ, ആദം സന്തതികളുടെ അഥവാ മനുഷ്യരുടെ ഹൃദയങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിരലുകളിൽപ്പെട്ട 2 വിരലുകൾക്കിടയിലാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൈകളുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വിരലുകളുണ്ട്. ഇതൊക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. ആ വിരൽ എങ്ങനെയാണ്, ആ കൈകൾ എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. സൃഷ്ടികളോട് ഉപമിക്കാൻ പാടില്ല. പക്ഷേ അള്ളാഹുവിന് കൈകളുണ്ട്, അള്ളാഹുവിന് വിരലുകളുണ്ട്. ഇവിടെ പ്രവാചകൻ പറയുന്നത്
റഹ്മാനായ റബ്ബിൻ്റെ വിരലുകളിൽപ്പെട്ട 2 വിരലുകൾക്കുള്ളിലാണ് സകല മനുഷ്യരുടെയും ഹൃദയങ്ങൾ. ഏതുപോലെ കൽബിൻ വാഹിദിൻ, ഒരൊറ്റ ഹൃദയം പോലെ. യുസർരിഫുഹു ഹൈസു യശാ, അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അതിനെ അവൻ തിരിച്ചുവിടുന്നു. സർറഫ എന്ന് പറഞ്ഞാൽ തിരിച്ചുവിടുക. സുമ്മ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ മുസർരിഫൽ ഖുലൂബ്, അല്ലാഹുമ്മ മുസർരിഫൽ ഖുലൂബ്, ഹൃദയങ്ങളെ തിരിച്ചുവിടുന്നവനായ അള്ളാഹുവേ. സർറഫ യുസർരിഫു തസ്രീഫ് എന്ന് പറഞ്ഞാൽ തിരിച്ചുവിടുക. ഹൃദയങ്ങളെ തിരിച്ചുവിടുന്ന അള്ളാഹുവേ, സർരിഫ് ഖുലൂബന, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തിരിച്ചുവിടണമേ, അലാ ത്വാഅതിക, നിന്നെ അനുസരിക്കുന്ന വിഷയത്തിലേക്ക്. അപ്പോൾ നിന്നെ അനുസരിക്കുന്നതിലേക്ക് ഞങ്ങളുടെ ഹൃദയത്തെ തിരിച്ചുവിടണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ദുആ നമുക്ക് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് എന്ന് പറഞ്ഞതുപോലെ തന്നെ അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് എന്നും പറയാവുന്നതാണ്. അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ. സർരിഫ് ഖുലൂബന, ഞങ്ങളുടെ ഹൃദയങ്ങളെ. എന്നാൽ അതേ സന്ദർഭത്തിൽ സർരിഫ് ഖൽബി, എൻ്റെ ഹൃദയത്തെ എന്നും പറയാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ എല്ലാവർക്കും വേണ്ടിയാണെങ്കിൽ ഖുലൂബന, ഞങ്ങളുടെ ഹൃദയങ്ങളെ. സ്വന്തത്തിന് വേണ്ടിയാണെങ്കിൽ സർരിഫ് ഖൽബി, ഏതുപോലെ സബ്ബിത്ത് ഖൽബി എന്ന് പറഞ്ഞതുപോലെ സർരിഫ് ഖൽബി ഔ സർരിഫ് ഖുലൂബന അലാ ത്വാഅതിക്, നിന്നെ അനുസരിക്കുന്നതിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ തിരിച്ചുവിടണമേ. പരിശുദ്ധ ഖുർആനിൽ മുഹ്കമായ ആയത്തുകളും മുതശാബിഹുകളായ അഥവാ വ്യാഖ്യാനം അള്ളാഹുവിന് മാത്രം അറിയാവുന്ന ആയത്തുകളുമുണ്ട് എന്ന് പറയുന്ന സൂറത്തു ആലി ഇമ്രാനിലെ 7-ാമത്തെ ആയത്ത്. അത് പറഞ്ഞതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ദുആ ഉണ്ട്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകിയതിന് ശേഷം ഞങ്ങളുടെ ഹൃദയത്തെ നീ തെറ്റിച്ച് കളയല്ലേ റബ്ബേ. വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ, നിന്നിൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകണമേ. ഇന്നക അൻതൽ വഹാബ്, തീർച്ചയായും നീ കരുണ കാണിക്കുന്നവനും ധാരാളമായി നൽകുന്നവനുമാകുന്നു. അപ്പോൾ ഹിദായത്ത് കിട്ടിയതിന് ശേഷം വലാലത്തിലേക്ക് പോവാതിരിക്കാൻ പലപ്പോഴും അത് സംഭവിക്കുന്നത് തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടുക, മതത്തിൻ്റെ വിഷയത്തിൽ അനാവശ്യമായ സംശയങ്ങൾ വെച്ചു പുലർത്തുക, മതത്തിൻ്റെ വിഷയത്തിൽ തർക്കം നടത്തുക, അത്തരം സന്ദർഭങ്ങളിലാണ്. സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മാ ضل قوم بعد هدى كانوا عليه إلا أوتوا الجدل. ഹിദായത്തിലായതിനു ശേഷം ഒരു സമൂഹം വഴിപേച്ചു പോകുന്നത് അവർ തർക്കിക്കാൻ തുടങ്ങുമ്പോഴാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ചുള്ള അനാവശ്യമായ ചിന്തകളും സംശയങ്ങളും തർക്കവിതർക്കങ്ങളും നമ്മെ വഴികേടിലെത്തിക്കും. അത്തരം വഴികേടിൽ എത്താതിരിക്കാൻ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, അള്ളാഹുവും റസൂലും പഠിപ്പിച്ച രൂപത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുക, അറിവില്ലാത്ത വിഷയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ചു പഠിച്ചു മനസ്സിലാക്കുക, അനാവശ്യമായ തർക്കവിതർക്കങ്ങളിലേക്കോ സംശയങ്ങളിലേക്കോ പോവാതിരിക്കുക, അതിനുശേഷം കൃത്യമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇവിടെ 2 പ്രാർത്ഥനകളാണ് നാം ഇവിടെ പഠിച്ചിട്ടുള്ളത്. ഒന്ന്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത്ത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ. എന്നാൽ രണ്ടാമത് നാം പഠിച്ച ദുആയിൽ കാണുന്നത് മുഖല്ലിബ് എന്നതിന് പകരം അല്ലാഹുമ്മ മുസർരിഫൽ ഖുലൂബ് എന്നാണ്. അതേപോലെ തന്നെ അലാ ദീനിക്, നിൻ്റെ ദീനിൽ എന്ന് പറഞ്ഞതിന് പകരം അലാ ത്വാഅതിക്, നിന്നെ അനുസരിക്കുന്നതിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവ തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇവ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം? ആദ്യം പറഞ്ഞത് അഥവാ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിലും ഈ തൗഹീദിൻ്റെ ആദർശത്തിലും ഉറച്ചു നിൽക്കലാണ്. എന്ന് പറഞ്ഞാൽ ഷിർക്കിലേക്കോ കുഫറിലേക്കോ ഒന്നും പോവാതെ, വലിയ നിഫാഖുകളിലേക്കോ ഒന്നും പോവാതെ ഈ തൗഹീദിലും ഈ ആദർശത്തിലും എന്നും ഉറച്ചു നിൽക്കാൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തതുപോലെ. എന്താണ് അദ്ദേഹം ദുആ ചെയ്തത്? വജുനുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, അള്ളാഹുവെ, എന്നെയും എൻ്റെ സന്താനങ്ങളെയും വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് നീ സംരക്ഷിക്കണമേ റബ്ബേ. എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധനയിലേക്കും മറ്റും ഞാനോ എൻ്റെ മക്കളോ പോവരുതേ. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പോലും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നാമൊക്കെ എങ്ങനെ പ്രാർത്ഥിക്കണം? അള്ളാഹു ഖലീലായി തിരഞ്ഞെടുത്ത തൗഹീദിൻ്റെ പ്രവാചകനായി അറിയപ്പെടുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത്, അള്ളാഹുവേ, എൻ്റെ ഹൃദയത്തെ
നീ ഒരിക്കലും തെറ്റിച്ച് കളയല്ലേ, വിഗ്രഹത്തെ ആരാധിക്കുന്നൊരവസ്ഥ എനിക്കോ എൻ്റെ മക്കൾക്കോ ഉണ്ടാവരുതേ എന്നാണ്. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന പ്രാർത്ഥന സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയും പ്രവാചകൻ ധാരാളമായി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ സ്വഹാബികൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, യാ റസൂലല്ലാഹ് ആമന്നാ ബിക വബിമാ ജിഅത ബിഹി ഫഹൽ തഖാഫു അലൈനാ. അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ താങ്കളിലും നിങ്ങൾ കൊണ്ടുവന്ന എല്ലാറ്റിലും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ഞങ്ങളുടെ കാര്യത്തിലും നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഞങ്ങളും തെറ്റിപ്പോകുമോ? ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ച സ്വഹാബികളാണ്, ഞങ്ങളെല്ലാറ്റിലും വിശ്വസിക്കുന്നു, ഞങ്ങളും തെറ്റിപ്പോകുമോ? പ്രവാചകൻ പറഞ്ഞത്, ഇന്നൽ ഖുലൂബ ബൈന ഉസ്ബുഐനി മിൻ അസാബിഇല്ലാഹ് യുഖല്ലിബുഹാ കൈഫ യശാ. ആദം സന്തതികളുടെ ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ കൈവിരലുകളിലാണ്. അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അതിനെ മാറ്റിമറിച്ചേക്കാം. അതുകൊണ്ട് വിനയാന്യതരായി റഹ്മാനായ റബ്ബിനോട് എപ്പോഴും തേടേണ്ടതുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ പ്രവാചകനോട് ചോദിച്ചത്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നക തുക്സിറു അൻ തദ്ഉ ബിഹാദ ദുആ ഫഹൽ തഖാഫ്. നിങ്ങൾ ഈ ദുആ വർദ്ധിപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് പേടിയുണ്ടോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കും പേടിയുണ്ടോ? നിങ്ങളെന്തിനാണ് ഇങ്ങനെ ദുആ ചെയ്യുന്നത്? നിങ്ങൾ ഒരിക്കലും തെറ്റിപ്പോവുകയില്ലല്ലോ. അപ്പോഴും പ്രവാചകൻ പറഞ്ഞത് എന്താണ്? നഅം വമാ യുഇമ്മിനി ഐ ആയിഷ. എനിക്ക് നിർഭയത്വം എന്താണ് നൽകുന്നത് ആയിഷ? ആദം സന്തതികളുടെ ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ കൈവിരലുകളിലാണല്ലോ. അതുകൊണ്ട് തന്നെ അതിനെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ളവനാണ് അള്ളാഹു. റബ്ബിൻ്റെ തൗഫീഖില്ലാതെ, അള്ളാഹുവിൻ്റെ തൗഫീഖില്ലാതെ ഹിദായത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയില്ല. അതാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അള്ളാഹുവേ, സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അതിൻ്റെ തഫ്സീറുകളിലൊന്ന്, പ്രധാനപ്പെട്ട തഫ്സീറുകളിലൊന്ന്, അള്ളാഹുവേ സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ എന്നാണ്. ഇഹ്ദിന എന്ന് പറഞ്ഞാൽ സബ്ബിത്തിന, ഉറപ്പിച്ചു നിർത്തണമേ എന്നാണ് ദുആ ചെയ്യുന്നത്. അപ്രകാരം അള്ളാഹുവിൻ്റെ ദീനിൽ, ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാനും തൗഹീദിൽ നിന്ന് തെറ്റിപ്പോവാതിരിക്കുവാനുമാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന് ദുആ ചെയ്യുന്നത്. അതേ സന്ദർഭത്തിൽ അല്ലാഹുമ്മ മുസർരിഫൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ തിരിച്ചുവിടുന്നവനെ, സർരിഫ് ഖുലൂബന അലാ ത്വാഅതിക്, നിന്നെ അനുസരിക്കുന്നതിൽ ഉറപ്പിച്ചു നിർത്തണമേ, അതിലേക്ക് തിരിച്ചുവിടണമേ എന്ന് പറഞ്ഞാൽ മഅസിയത്ത് കാണിക്കാതെ, അനുസരണക്കേട് കാണിക്കാതെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നിരന്തരം അനുസരിക്കുന്നൊരവസ്ഥ ഉണ്ടാവണമേ. ത്വാഅ ബഅദ ത്വാഅ, ഒരു സൽക്കർമ്മം കഴിഞ്ഞാൽ തൊട്ടടുത്ത സൽക്കർമ്മം, അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത സൽക്കർമ്മം. ചില ആളുകളുണ്ട്, ഒരുപാട് കാലം നല്ല കർമ്മങ്ങൾ ചെയ്യും, പിന്നെ ആ നല്ല കർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കും. അവർ ദീനിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടാവില്ല, മതത്തിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടാവില്ല, പക്ഷേ ചില സമയത്ത് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യും, പിന്നെ ഒരുപാട് കാലം അത് ഉപേക്ഷിക്കും. വേറെ ചില ആളുകൾക്ക് ഒരുപാട് പുണ്യകർമ്മങ്ങൾ അറിയാം, പക്ഷെ അത് ചെയ്യാനുള്ള മനസ്സില്ല. അവിടെ ചോദിക്കുന്നത്, അല്ലാഹുവേ, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സ് നീ ഞങ്ങൾക്കുണ്ടാക്കി തരണമേ, ഒന്നിനു പിറകെ ഒന്നായി സൽക്കർമ്മത്തിൽ നിരതമാകുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനുമുള്ള തൗഫീഖിനെ നൽകണമേ. അതുകൊണ്ടാണ് ഇവിടെ സർരിഫ് ഖുലൂബന അലാ ത്വാഅതിക്, നിന്നെ അനുസരിക്കുന്നതിലേക്ക് ഹൃദയത്തെ തിരിച്ചുവിടണമേ. ആദ്യത്തതിൽ സബ്ബിത് ഖൽബി അലാ ദീനിക്, നിൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. അപ്പോൾ ഈ രണ്ട് ദുആ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുമ്മ മുസർരിഫൽ ഖുലൂബ്, അല്ലെങ്കിൽ അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖുലൂബന അലാ ത്വാഅതിക്. ഈ ദുആ നമ്മൾ നിരന്തരം ദുആ ചെയ്യുക. അതേപോലെ തന്നെ നേരത്തെ നാം സൂറത്തു ആലി ഇമ്രാനിൽ പഠിച്ച 8ാമത്തെ ആയത്തിലുള്ള റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ് എന്നുള്ള ദുആ കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് ദുആ ചെയ്യുകയും വിനയാന്യതരായി തീരുകയും ചെയ്യുക. നേരത്തെ നാം പറഞ്ഞിട്ടുള്ള അള്ളാഹുവിൻ്റെ അസ്മാഇകളെ സിഫാത്തുകളെ മുൻനിർത്തി കൂടി അത് ചോദിച്ചാൽ ഇൻഷാ അള്ളാഹു നമ്മെ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തും. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.